ഹായ് ആപ്റ്റിവൻ. അപ്പോ ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഖുദ് സേ പ്യാർ എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ് കേട്ടോ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുകയാണെങ്കിൽ വ ദേ സക്കെ ആഗ് യഹാ ആഗ് സെ ക്യാ മത്ലബ് ഹെ. അപ്പം ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട് ഈ കവിതയില്, വ ദേ സക്കെ ആഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഈ ഒരു വരിയിൽ ആഗ് എന്നുള്ളത് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അപ്പൊ അതിന്റെ ആൻസർ ആണ് ഞാൻ ഇവിടെ റെഡിൽ കൊടുത്തിട്ടുള്ളത്. യഹാ ആഗ് കാ മത്ലബ് ഹെ സൂരജ് കി ഗർമി ഓർ റോഷ്നി, അല്ലെങ്കിൽ ഊർജ എന്നായിരിക്കാം. അതുകൊണ്ടാണ് ഊർജ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുള്ളത്. ജിസ്സെ ദുനിയാ കോ ജീവൻ മിൽത്താ ഹെ. അതായത് ഇവിടെ ആഗ് എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂരജ് കി ഗർമി ഓർ റോഷ്നി അല്ലെങ്കിൽ ഊർജ. സൂര്യന്റെ ഗർമി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂട്, അതുപോലെ തന്നെ റോഷ്നി വെളിച്ചം, അല്ലെങ്കിൽ അതിന്റെ ഊർജ. ഊർജ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനർജി. ജിസ്സെ ദുനിയാക്കോ ജീവൻ മിൽത്താ ഹെ. ഏത് എനർജിയിൽ നിന്നാണോ, വെളിച്ചത്തിൽ നിന്നാണോ, ചൂടിൽ നിന്നാണോ ഈ ദുനിയാക്കോ ലോകത്തിന് ജീവൻ ലഭിക്കുന്നത്, ആ ഊർജയെയാണ് അല്ലെങ്കിൽ ആ ഒരു എനർജിയെ, ആ ചൂടിനെ, ആ വെളിച്ചത്തെയാണ് ഇവിടെ ആഗ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ദരഖ്ത് സേ ആപ്നെ ക്യാ സംജ. അപ്പം ഞാൻ ഈ ഒരു കവിത പഠിപ്പിച്ച സമയത്ത് ഇതിനെ റിപ്പീറ്റഡ് ആയിട്ട് ദർഖത്ത് എന്ന് വായിച്ചിട്ടുണ്ടായിരുന്നു. ഇതിനെ ദരഖ്ത് എന്നും വായിക്കുന്നവരുണ്ട്, ദർഖത്ത് എന്നും വായിക്കുന്നവരുണ്ട്. അപ്പം കൂടുതൽ കോമൺ ആയിട്ട് ഇവിടെയൊക്കെ വായിച്ചു കേൾക്കുന്നത് ദരഖ്ത് എന്ന് തന്നെയാണ് കേട്ടോ. അപ്പം ചിലപ്പോൾ നിങ്ങൾ ദർഖത്ത് എന്ന് വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഒരു മിസ്റ്റേക്ക് ആണെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, രണ്ട് പ്രൊനൗൺസിയേഷനും ഉണ്ട് ആ വാക്കിന്. പക്ഷെ കോമൺ ആയിട്ട് ദരഖ്ത് എന്നാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. ദരഖ്ത് സേ ആപ്നെ ക്യാ സംജ എന്നാണ് ചോദിക്കുന്നത്. അപ്പം ദരഖ്ത് എന്നുള്ള വാക്കുകൊണ്ട് നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്? സമജ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം അതിന് ആൻസർ നോക്കുകയാണെങ്കിൽ ദരഖ്ത് കാ മത്ലബ് ഹെ പേട്. ദരഖ്ത് എന്നുള്ള വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണ്? മരത്തിനെയാണ്. പേട് എന്ന് പറഞ്ഞാൽ എന്താ? മരം. പേട് ഹമേ ഫൂൽ ഫൽ ഛായ ഓർ ഓക്സിജൻ ദേത്തെ ഹെ. മരങ്ങള് നമുക്ക് എന്തൊക്കെയാണ് നൽകുന്നത്? ഫൂല് എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂക്കള്, ഫൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രൂട്ട്സ്, ഛായ എന്ന് വെച്ച് കഴിഞ്ഞാല് തണല്, അതുപോലെ തന്നെ ഓക്സിജനും നൽകുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്? ഖുദ് സേ പ്യാർ കർന സേ ക്യാ അർത്ഥ് നിക്കൽത്താ ഹെ. ഖുദ് സേ പ്യാർ കർന, സ്വയം നമ്മെ തന്നെ സ്നേഹിക്കുക എന്നുള്ളതിൽ നിന്ന് എന്ത് അർത്ഥമാണ് മനസ്സിലാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അപ്പം അതിവിടെ റെഡിൽ കൊടുത്തിട്ടുണ്ട്. ഇസ്കാ അർത്ഥ് ഹെ കി ജബ് ഹം ഖുദ് സേ സച്ചാ പ്യാർ കർത്തെ ഹെ തഭി ഹം ദൂസറോं को भी प्यार बांट पाते हैं. ബാട്ട്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഈ ഒരു വരി കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് ഖുദ് സേ ജബ് പ്യാർ കർത്തെ ഹെ, നമ്മൾ സ്വയം തന്നെ നമ്മെ തന്നെ സ്നേഹിക്കുമ്പോഴാണ് തബി ഹം ദൂസറോं को भी प्यार बांट पाते हैं. എന്താണ്? മറ്റുള്ളവർക്കും കൂടി ആ സ്നേഹം ഷെയർ ചെയ്യാനായിട്ട്, അത് പകർന്നു കൊടുക്കാനായിട്ട്, വീതിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റുന്നത് എന്നാണ് പറയുന്നത്. ഖുദ് കോ അച്ഛേ സേ സമജ്ന ഹി ഖുദ് സേ പ്യാർ കർന ഹെ. അപ്പം സമജ്ന എന്ന് വെച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കുക, നമ്മെ തന്നെ കറക്റ്റ് ആയിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ് നമ്മെ തന്നെ സ്നേഹിക്കുക എന്ന് പറയുന്നത്. ജിസ്സെ ഹം ദുനിയാ കോ ബി പ്യാർ ദേ സക്കെ. അങ്ങനെയാണ് നമുക്ക് എന്താണ് ലോകത്തിന്, ദുനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകം, ഈ ലോകത്തിനും സ്നേഹം പകർന്നു നൽകാനായിട്ട് കഴിയുന്നത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ജോഡി ഓർ വാക്യ ലിഖേ എന്നാണ്. അപ്പം ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട് ഒരു വാക്യം ഉണ്ടാക്കാനാണ് പറയുന്നത്. സൂരജ് ദുനിയാക്കോ എന്നുള്ളത് കോമൺ ആണ്. അപ്പം ഇവിടെ നോക്കുകയാണെങ്കിൽ ആദ്യം ഒരു ബോക്സ് ഉണ്ട്, അതിൽ 3 വാക്കുകളുണ്ട്. പിന്നീട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ഉണ്ട് ഇതിന്റെ ഇടയിൽ. വീണ്ടും 3 കാര്യമുണ്ട്. അപ്പൊ ഇതിനെ മാച്ച് ചെയ്തിട്ട് സെന്റൻസ് ഉണ്ടാക്കാനാണ് പറയുന്നത്. ഓക്കെ, ആ സെന്റൻസ് എന്നിട്ട് ദേത്ത ഹേയിലാണ് അവസാനിക്കുക. അപ്പോ സൂരജ് ദുനിയാക്കോ, സൂരജ് ലോകത്തിന് എന്താ കൊടുക്കുന്നത്? ഊർജ ദേത്ത ഹേ എന്നാക്കുക. സൂരജ് ദുനിയാക്കോ ഊർജ ദേത്ത ഹേ. പേട് ദുനിയാക്കോ എന്താണ് കൊടുക്കുന്നത്? फूल देता है. पेड़ दुनिया को फूल देता है. बादल दुनिया को പാനി ദേത്ത ഹെ. ബാദൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മേഘം. അപ്പം മേഘം എന്താണ് കൊടുക്കുന്നത് ലോകത്തിന്? പാനി ദേത്ത ഹെ എന്നുള്ളതാണ്.
അപ്പൊ അങ്ങനെയാണ് ആ സെന്റൻസ് ഫോം ചെയ്യേണ്ടത്. ഇനി പെഹച്ചാനെ ഓർ ലിഖെ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐഡന്റിഫൈ ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത്. ജീവൻ കാ ആധാർ ഹെ. അപ്പോ ഇവിടെ എന്താണ്, 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. ആ പിക്ചേഴ്സിലുള്ളത് എന്തൊക്കെയാണെന്ന് ഐഡന്റിഫൈ ചെയ്യുക, എന്നിട്ട് അവരെന്താണ് ലോകത്തിന് നൽകുന്നത് എന്നുള്ളത് എഴുതാണ് വേണ്ടത്. അപ്പൊ ആദ്യത്തെ പിക്ചർ നോക്കുകയാണെങ്കിൽ സൂര്യനാണ് അല്ലെ. സൂരജ് ഊർജ കാ ശ്രോത്. അത് സൂര്യൻ എന്ന് പറയുന്നത് എന്തിന്റെ സ്രോതസ്സാണ്? ഊർജ കാ ശ്രോത്. ശ്രോത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സ് അല്ലെങ്കിൽ സ്രോതസ് എന്നുള്ള അർത്ഥമാണ്. അപ്പം എനർജിയുടെ എന്താണ്, സോഴ്സ് ആണ് സൂര്യൻ എന്ന് പറയുന്നത്. അടുത്തത് പേട്. ഈ പിക്ചറിൽ കാണുന്നത് എന്താ, മരല്ലേ. അപ്പൊ പേട് ഓക്സിജൻ ഓർ ഭോജൻ കാ ശ്രോത്. ഇനി അടുത്തതായിട്ട് എന്താണ്, മൂന്നാമത്തെ പിക്ചറിൽ ബാദലാണ് ഉള്ളത്, മഴമേഘങ്ങളാണ് ഉള്ളത്. അപ്പം അതെന്തിന്റെ സ്രോതാണ്? പാനി കാ ശ്രോത്. ജലത്തിന്റെ സോഴ്സ് ആണ് അല്ലെ. ഈ ജലം അവിടുന്നാണ് വരുന്നത്. ഓക്കെ, അപ്പൊ അത്രയാണ് ഈ ഒരു ക്വസ്റ്റ്യനിൽ പറയാനായിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് പോവാം. ആശയ് പഠേ ഓർ പങ്ക്തിയാ ഡൂണ്ടേ എന്നാണ് പറയുന്നത്. താഴെ തന്നിട്ടുള്ള ആശയം വായിക്കുക, അത് പറയുന്ന വരി കവിതയിൽ നിന്ന് എടുത്തെഴുതുക എന്നുള്ളതാണ്. അപ്പോ കവി ചാഹता है सूरज अपनी ऊर्जा से प्यार करे और संसार को ऊर्ജ പ്രദാൻ करे. അപ്പൊ ഈ അർത്ഥത്തിൽ വരുന്ന ലൈൻസ് ഏതാണ്? സൂരജ് അപ്നി ആഗ് സെ ഇത്നാ പ്യാർ കരെ കി വ ദേ സകെ ആഗ് ദുനിയാ കോ ഭി. ആദ്യത്തെ സ്റ്റാൻസയാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ മേഘ് അപ്നെ പാനി സെ പ്യാർ കരെ ഓർ പ്രകൃതി കി പ്യാസ് ബുझായെ എന്നുള്ളതാണ് അടുത്ത സെന്റൻസ്. മേഘം അതിന്റെ ഉള്ളിലെ ജലത്തെ സ്നേഹിച്ചിട്ട് അത് പ്രകൃതിയുടെ പ്യാസ് ബുझാനെ കേലിയെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകൃതിയുടെ ദാഹം മാറ്റാനായിട്ട് എന്താണ് കൊടുക്കുക എന്നുള്ളതാണ് പറയുന്നത്. മേഘം അതിലെ വെള്ളത്തിനെ സ്നേഹിക്കുകയും പ്രകൃതിയുടെ ദാഹം മാറ്റുകയും ചെയ്യുന്നു എന്നുള്ളത്. അത് മൂന്നാമത്തെ സ്റ്റാൻസയാണ്. ബാദൽ അപ്നെ ജൽ സെ ഇത്നാ പ്യാർ കരെ കി വ ദേ സകെ ജൽ ദുനിയാ കോ ഭി എന്നുള്ള വരികളാണ്. ഇനി അടുത്തതായിട്ട് യേ ദുനിയാ കോ കാസെ പ്യാർ കരേംഗെ അപ്നെ വിചാർ ലിഖേ. അപ്പം താഴെ തന്നിട്ടുള്ള ഫാക്ടേഴ്സ് ഒക്കെ ലോകത്തിനെ എങ്ങനെയാണ് സ്നേഹിക്കുക എന്നുള്ളത്, എന്നിട്ട് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എഴുതാനാണ് പറയുന്നത്. അപ്പം സൂരജ്, പേട്, ബാദൽ ഈ 3 കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. കവിതയിലുള്ളത് കൂടാതെ കുറച്ച് നിങ്ങൾ ഇവിടെ ആഡ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഓരോന്നിലും 3 ബ്ലാങ്ക് സ്പേസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ 3 കാര്യങ്ങൾ അതിൽ ആഡ് ചെയ്യണം. ഇപ്പൊ സൂരജ് എന്നുള്ള സ്ഥലത്ത് സൂരജ് സബ്കു റോഷ്നി ദേഗ. റോഷ്നി എന്ന് പറഞ്ഞാൽ വെളിച്ചം. അപ്പം സൂര്യൻ എല്ലാവർക്കും അല്ലെങ്കിൽ ലോകത്തിന് എന്താണ് കൊടുക്കുന്നത്? വെളിച്ചം നൽകും എന്നാണ് പറയുന്നത്. സൂരജ് അപ്നി ഗർമി സെ പൗധോ കോ ബഡ്നെ മേ മദദ് കരേഗ. സൂര്യൻ തന്റെ ചൂട് കൊണ്ട് എന്താണ് പോധ നോക്കൂ. ഗർമി എന്ന് പറഞ്ഞാൽ ചൂട്, പോധ എന്ന് പറഞ്ഞാൽ എന്താണ്? ചെടികള്. ആ ചെടികളെ ബഡ്നെ മേ മദദ് കരേഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വളരാനായിട്ട് സഹായിക്കും. മദദ് കർണ എന്ന് വെച്ചാൽ സഹായിക്കുക. അപ്പോ എന്താണ്? സൂര്യൻ തന്റെ ചൂട് കൊണ്ട് ചെടികളെ വളരാനായിട്ട് സഹായിക്കും. സൂരജ് സബ്കോ ഊർജ ദേഗ. സൂര്യൻ എല്ലാവർക്കും എന്താണ്? ഊർജം പകർന്നു നൽകും. അടുത്തതായിട്ട് മരത്തിന്റെ കാര്യമാണ് പറയുന്നത്. പേട് ഹമേ ഫൽ ഓർ ഫൂൽ ദേഗ. അപ്പം എന്താണ്? മരങ്ങള് നമുക്ക് എന്താണ്? ഫലങ്ങളും പൂക്കളും നൽകുമെന്നാണ് പറയുന്നത്. പേട് ഹമേ ഛായ ഓർ സ്വച്ഛ ഹവാ ദേഗ. മരങ്ങള് നമുക്ക് ഛായ എന്ന് വെച്ച് കഴിഞ്ഞാൽ തണല്, അതുപോലെ തന്നെ സ്വച്ഛ എന്ന് പറഞ്ഞാൽ ക്ലീൻ ആയിട്ടുള്ള പ്യുവർ ആയിട്ടുള്ള ഹവ എന്ന് വെച്ചാൽ കാറ്റ് നൽകും എന്നാണ് പറയുന്നത്. പേട് പക്ഷിയോ കോ ഘർ ദേഗ. മരം എന്താണ്? പക്ഷികൾക്ക് വീട് നൽകും എന്നുള്ളത്. അപ്പൊ കിളികൾക്കൊക്കെ കൂട് കൂട്ടണം എന്നുണ്ടെങ്കിൽ മരങ്ങൾ അത്യാവശ്യമാണല്ലോ. ആ കാര്യമാണ് പറയുന്നത്. ബാദൽ. ഇനി മേഘങ്ങൾ എന്താണ് ചെയ്യുക? ബാദൽ ബാരിഷ് കർക്കെ ധർത്തി കി പ്യാസ് ബുझായേഗ. ഈ മഴമേഘങ്ങള് മഴ പെയ്യിപ്പിച്ചിട്ട് ധർത്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭൂമി, ഭൂമി കി പ്യാസ് ബുझായേഗ. ഭൂമിയുടെ ദാഹം മാറ്റും എന്നാണ് പറയുന്നത്. പ്യാസ് എന്ന് പറഞ്ഞാൽ ദാഹം. ബാദൽ നദിയോ ഓർ താലാബോ കോ പാനി സെ ഭരേഗ. അതായത് ഈ മഴമേഘങ്ങള് നദികളെയും അതുപോലെ തന്നെ താലാബ് എന്ന് വെച്ചാൽ കുളങ്ങളെയും ഒക്കെ പാനി സെ ഭരേഗ എന്ന് വെച്ച് കഴിഞ്ഞാല് വെള്ളം കൊണ്ട് നിറയ്ക്കും. ബാദൽ ഫസലോ കോ ഉഗ്നെ മേ മദദ് കരേഗ.
ഈ മഴമേഘങ്ങള് ഫസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രോപ്സ്, വിളകൾ ഉണ്ടല്ലോ, കൃഷി ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവുന്ന വിളകള്, അതിനെ ഉഗ്നേമേ മദത് കരയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് മുളയ്ക്കാനും അതുപോലെ തന്നെ ഇത് വളരാനും വേണ്ടിയിട്ട് സഹായിക്കുമെന്നാണ് പറയുന്നത്. മഴ പെയ്തില്ല എന്നുണ്ടെങ്കിൽ കൃഷി ചെയ്യാൻ പറ്റില്ലല്ലോ. അടുത്തത് താൽ ലേ കെ സാത്ത് കവിത ക ആലാപ് കരെ എന്നുള്ളതാണ്. പിന്നെ അതിപ്പോ കവിത വായിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. കവിത ക ആശയ ലിഖേ, കവിതയുടെ ആശയം, അതാണ് ഞാൻ താഴെ കൊടുത്തിട്ടുള്ളത്. इस कविता में कवि यह बताना चाहते हैं कि सूरज, पेड़ और बादल सभी अपने अपने तरीके से प्रकृति और दुनिया से बहुत प्यार करते हैं. അപ്പം ഈ ഒരു കവിതയില് കവി യ ബത്താന ചാത്തേ ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവി ഇതാണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ചാത്തേ ഹെ എന്ന് എഴുതുമ്പോൾ ആഗ്രഹിക്കുന്നത് എന്നാണ് പറയുന്നത്. കി സൂരജ്, പേഡ് ഓർ ബാദൽ, എന്താണ് സൂര്യൻ, മരം, അതുപോലെ തന്നെ മേഘം, സബി അപ്നെ അപ്നെ തരീക്കേസെ, ഇത് മൂന്നും തങ്ങളുടേതായ രീതിയിൽ, തരീക്ക എന്ന് പറഞ്ഞ രീതി എന്നാണ്. അപ്പൊ അപ്നെ തരീക്കേസ് എന്ന് വെച്ചാൽ സ്വന്തമായിട്ടുള്ള രീതിയിൽ പ്രകൃതി ഓർ ദുനിയ സെ ബഹുത് പ്യാർ കർത്തേ ഹെ, പ്രകൃതിയോടും അതുപോലെ തന്നെ ദുനിയ, ലോകത്തോടും ഒരുപാട് സ്നേഹം കാണിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഈ കാര്യങ്ങളൊക്കെ സൂര്യനായിക്കോട്ടെ, മരമായിക്കോട്ടെ, അതുപോലെ തന്നെ മേഘായിക്കോട്ടെ, ഇതൊക്കെ തന്നെ ഈ ലോകത്തെയും ഈ പ്രകൃതിയെയും അതിൻ്റെതായ രീതിയിൽ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇസ്ലിയെ വേ ബിനാ കുച്ച് മാംഗെ സബ്കോ അപ്നി ചീസേ ദേത്തെ ഹെ, അതുകൊണ്ട് തന്നെ അവര് ഒന്നും ബിനാ കുച്ച് മാംഗെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും തിരിച്ച് പ്രതീക്ഷിക്കാതെ, ഒന്നും ചോദിക്കാതെ, മാംഗന എന്ന് വെച്ച് കഴിഞ്ഞാൽ ചോദിക്കുക എന്നാണ്. അപ്പം ബിനാ കുച്ച് മാംഗി എന്ന് പറഞ്ഞാൽ ഒന്നും ചോദിക്കാതെ, തിരിച്ചൊന്നും ചോദിക്കാതെ തന്നെ സബ്കോ എല്ലാവർക്കും അപ്നി ചീസേ ദേത്തെ ഹെ, തങ്ങളുടേതായ കാര്യങ്ങൾ, തങ്ങളുടേതായിട്ടുള്ള റിസോഴ്സസ് കൊടുക്കുന്നു എന്നാണ് പറയുന്നത്. ചീസ് എന്ന് നമ്മൾ പറയുക ഒരു സാധനം കൊടുക്കുന്നതിനെയാണ്. അപ്പം എന്താണ് സൂര്യന്റെ പക്കലും അതുപോലെ തന്നെ മരങ്ങളുടെ പക്കലും ഈ മേഘങ്ങളുടെ പക്കലൊക്കെ അവരുടേതായ എന്തോ ഉണ്ടല്ലോ, അതാണല്ലോ അവര് പ്രകൃതിക്കും ലോകത്തിനും വേണ്ടി കൊടുക്കുന്നത്, അതാണ് ഉദ്ദേശിക്കുന്നത്. സൂരജ് ഊർജ ദേത്താ ഹെ, പേട് ഫൂൽ ഫൽ ദേത്താ ഹെ ഓർ ബാദൽ പാനി ദേത്താ ഹെ. സൂര്യൻ എന്താണ് കൊടുക്കുന്നത്? ഊർജ, എനർജി ആണ് കൊടുക്കുന്നത്. പേട് ഫൂൽ ഫൽ ദേത്താ ഹെ, എന്താണ് പൂക്കളും ഫലങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ബാദൽ പാനി ദേത്താ ഹെ, മേഘങ്ങള് വെള്ളം കൊടുക്കുന്നു, ജലം കൊടുക്കുന്നു. ഇസി തര കവി ബി ചാത്തെ ഹെ കി വേ ഖുദ് സെ ഇത്നാ പ്യാർ കരെ കി വേ ബി ദുനിയ കോ പ്യാർ ദേ സക്കെ. അതുകൊണ്ട് കവി ആഗ്രഹിക്കുന്നത്, കവി ഭി എന്ന് പറയുമ്പോൾ കവിയും എന്നാണ്. ഈ എന്താണ് സൂര്യനും അതുപോലെ തന്നെ ഈ മേഘങ്ങളും മരമൊക്കെ എന്താണ് അവരുടെ സാധനങ്ങൾ, അവർക്കുള്ള ആ ഒരു റിസോഴ്സിനെ എത്ര സ്നേഹിക്കുന്നു അത്രയും അത് ലോകത്തിന് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കവിയും ആഗ്രഹിക്കുന്നത് എന്താണ്? ഇവയെ പോലെയൊക്കെ സ്വയം അത്രയും സ്നേഹിക്കുക, തന്നെ തന്നെ അത്രയും സ്നേഹിക്കുക എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിലാണ് ലോകത്തിന് ആ സ്നേഹം പകർന്നു നൽകാനായിട്ട് പറ്റുള്ളൂ. യ കവിത സിഖാത്തി ഹെ, ഈ കവിത സിഖാത്തി ഹെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കുന്നത് എന്താണ്? കി സച്ചാ പ്യാർ ബാട്ട്നെ സെ ബഡ്താ ഹെ, എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സച്ചാ പ്യാർ എന്ന് വെച്ചാല് യഥാർത്ഥ സ്നേഹം, ബാട്ട്നെ സെ ബഡ്താ ഹെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് പങ്കിടുമ്പോഴാണ് കൂടുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പം എന്താണ് നമ്മൾ നമ്മെ തന്നെ സ്നേഹിച്ചാൽ മാത്രമാണ് ആ സ്നേഹം ലോകത്തിനോ മറ്റുള്ളവർക്കോ പകർന്നു നൽകാനായിട്ട് കഴിയുള്ളൂ. പകർന്ന് നൽകുമ്പോഴാണ് യഥാർത്ഥ സ്നേഹം വളരുന്നത് എന്നാണ് ഈ ഒരു കവിതയിലൂടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ലാസ്റ്റ് ആക്ടിവിറ്റി ആയിട്ട് പറയുന്നത് കവിത കെ ആശയ കെ ആധാർ പർ ചിത്ര ഖീഞ്ചെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കവിതയുടെ ആശയത്തിനെ ബേസ് ചെയ്തിട്ട് ഒരു എന്താണ് പിക്ചർ വരയ്ക്കാനാണ് പറയുന്നത്. അത് ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടി ഒരു ഇമേജ് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്, വെറുതെ ജസ്റ്റ് ഒന്ന് കാണിക്കാൻ വേണ്ടി ചെയ്തു എന്നേ ഉള്ളൂ. ആ കവിതയുടെ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ള പോലത്തെ ഒരു പിക്ചർ നിങ്ങൾക്ക് വരയ്ക്കാവുന്നതാണ്. എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻ അല്ല, ജസ്റ്റ് ഒരു ആക്ടിവിറ്റി പോലെ തന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യാന്. ഓക്കെ, അപ്പോ ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് പറയാനായിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ സജഷൻസ് എന്നെ കോമെന്റ്സിൽ എഴുതി അറിയിക്കുക കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ് ദി വീഡിയോ.